വയറിന് ചുറ്റും അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടിയ അവസ്ഥയാണ് അബ്ഡോമിനൽ ഒബിസിറ്റി എന്ന് പറയുന്നത്. ഇത് വെറുമൊരു ശരീര അഴകിന് മാത്രം പ്രശ്നമായി കാണാവുന്ന ഒന്നല്ല. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും. തടി കുറഞ്ഞ് വയറു ചാടിയ ചെറുപ്പക്കാരിലും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയേറെയാണ്. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള പഴമാണ് പേരയ്ക്ക. അതുപോലെ ഗുണമുള്ള ഒന്നാണ് പേരയിലയും. ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് നമ്മുടെ വയറ് കുറയ്ക്കാനായിട്ട് പേരയില എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതുമാത്രമല്ല പേരയിലയുടെ മറ്റ് അനേക ഗുണങ്ങളും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. കൂടുതൽ ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. പേരയില നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകിയെടുക്കാം. ഫ്ലവനോയിഡുകൾ, ടാനിൻസ്, സപ്പോനിൻസ്, യൂജനോൾ എന്നിവയും പോളിഫിനോളിക് സംയുക്തങ്ങളും പേരയിലയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പേരയിലയിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽ സംയുക്തങ്ങളായ കച്ചേനിനും ഗാലിക് ആസിഡും രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കുറയ്ക്കും. ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോഴും നമുക്ക് കുടവേറൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഫാറ്റ് കൂടും. ശരീരത്തിൽ അധികമായിട്ടുള്ള കൊഴുപ്പാണ് നമ്മുടെ വയറിൽ ചുറ്റിനും അടിഞ്ഞു കൂടിയിട്ട് വിസറൽ ഫാറ്റായിട്ട് മാറുന്നത്. അപ്പോൾ അതിനെ കുറയ്ക്കാനായിട്ട് പേരയിലയുടെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് നമുക്ക് കുടിക്കാനുള്ളൊരു ഡ്രിങ്ക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ലോ ഡെൻസിറ്റി ലിപ്രോപ്രോട്ടീൻ അഥവാ LDL എന്ന ചീത്ത ഫാറ്റും വിസറൽ ഫാറ്റ് എന്നും നമ്മുടെ ശരീരത്തിലെ ബോഡിയുടെ മറ്റ് ഭാഗങ്ങളിൽ അടിഞ്ഞു കൂടുന്ന ഫാറ്റും ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യും. പ്രധാനമായിട്ടും പേരയിലയിൽ അടങ്ങിയിരിക്കുന്ന കറ്റേച്ചിൻ, ക്യൂവർസെറ്റിൻ എന്നീ പ്രധാനപ്പെട്ട സംയുക്തങ്ങൾ, അതിൽ പ്രധാനമായിട്ടുള്ള കറ്റേച്ചിൻ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ കത്തിച്ചു കളയുകയും അതുപോലെ ക്യൂവർസെറ്റിൻ ആകട്ടെ കൊഴുപ്പ് കോശങ്ങളുടെ വളർച്ച തടയുകയും ചെയ്യും. അപ്പോൾ ഭാരം കുറയ്ക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായിട്ടും ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു റിസൾട്ട് കിട്ടും. മാത്രമല്ല ശരീരത്തിലെ കൊഴുപ്പ് കുറയുന്നത് വഴി ചാടിയ വയറ്, പ്രസവശേഷമുള്ള തൂങ്ങിയിട്ടുള്ള വയറ്, അതുപോലെ കൊളസ്ട്രോളിൻ്റെ അളവ് ഇതെല്ലാം കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കഴിയും. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ചതച്ചിട്ട ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത പേരയിലയും ഇടുക. നന്നായിട്ട് അത് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് വറ്റിച്ചെടുക്കാനായിട്ട്. ചെറു തീയിൽ വെച്ചിട്ട് വേണം നമ്മളത് വറ്റിച്ചെടുക്കാനായിട്ട്. 2 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 1 ഗ്ലാസ്സായിട്ട് അത്രയും വറ്റിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ സത്ത് മുഴുവൻ അതിലേക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നപ്പം ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നും കൂടെ നമ്മൾ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതുപോലൊരു പാനീയം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരിക്കലും ഒരു പ്രാവശ്യം ചൂടാക്കി നമ്മൾ ചെറു ചൂടോട് കൂടി കുടിക്കണം എന്നാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെറു ചൂടോട് കൂടി കുടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു ടൈമിൽ ഒന്നും കൂടെ ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴാണോ നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ഫ്രഷായിട്ട് ചെറു ചൂടോട് കൂടി ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത് ഒന്ന് ചൂടാക്കി എടുക്കരുത്. അതിൽ നല്ല ഗുണങ്ങളൊക്കെ നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രിങ്ക് ചെറു ചൂടോട് കൂടി തന്നെ കുടിക്കുക. അപ്പോൾ വയറിലെ അധികമായിട്ടുള്ള കൊഴുപ്പ് ധാരാളമുള്ളവർ, വിസറൽ ഫാറ്റ് ഒരുപാടുള്ള കുടവയറോ അല്ലെങ്കിൽ ചാടി വയറൊക്കെ ഉള്ളവർ കൂടുതലും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഉറങ്ങാൻ കറക്റ്റായിട്ട് നൈറ്റ് ടൈമിൽ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. അതായത് നൈറ്റ് ടൈമിൽ ഒരു കൃത്യമായിട്ടുള്ള ടൈം വെച്ചിട്ട് ആ ഒരു ടൈമിൽ തന്നെ ഉറങ്ങാൻ ട്രൈ ചെയ്യുക. മാത്രമല്ല രാത്രിയിലെ ഭക്ഷണം കഴിവതും നേരത്തെ തന്നെ കഴിക്കുക. ഒരുപാട് ലേറ്റായിട്ട് കഴിക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഈ 2 ടിപ്സും കൂടെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രിങ്കും കൂടെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ദിവസങ്ങൾക്കുള്ളിൽ ചാടിയ വയറും അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷമുള്ള തൂങ്ങിയിട്ടുള്ള വയറും ഒക്കെ കുറയ്ക്കാനായിട്ട്, ആ ഒരു ഫാറ്റൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പാവും. വേറെയും നാച്ചുറലായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള വീഡിയോസ് കൂടി ഒന്ന് കയറി കണ്ടു നോക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോസിന് ഷെയർ ചെയ്ത് കൊടുക്കുക.